ചെട്ടികുളങ്ങര കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ കുംഭഭരണി ദിവസമാണ്. അതായത് ഉത്സവത്തിന്റെ ഒരർത്ഥത്തിൽ അതിന്റെ ഉച്ചസ്ഥായിലെത്തുന്ന ദിവസം, ഏറ്റവും ആഘോഷമായ ദിവസം. ഇപ്പോൾ ഈ കെട്ടുകാഴ്ചകൾ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ സമീപത്ത് കാണുന്ന കാഴ്ചക്കണ്ടത്തിൽ നിരക്കും. 13 കരകളുടെ വർണ്ണവിസ്മയമായ മനുഷ്യാധ്വാനത്തിന്റെ ഫലമായി ഉയർത്തിയ അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ. ഒരുപക്ഷെ ഏഷ്യയിൽ ഇത്രയും വലിയ കെട്ടുകാഴ്ചകൾ ചെട്ടികുളങ്ങര അമ്പലത്തിലെത്തി വൈകുന്നേരം ഈ ദൃശ്യവിസ്മയം ഇവിടെ മാത്രമേ കാണാൻ സാധിക്കൂ. തേരുകളും ഒപ്പം കുതിരകളും അടങ്ങുന്ന ഈ പുലർച്ചെ മുതൽ തന്നെ കുത്തിയോട്ട ഉത്സവവും ഈ കുത്തിയോട്ടത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലിയും ഘോഷയാത്രയും ചുവട് വെച്ച് വിവിധ ഭാഗങ്ങളിൽ വിവിധ ദിശകളിൽ നിന്ന് 13 കരകളിൽ നിന്ന് 16 കുത്തിയോട്ടങ്ങളാണ് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. താലപ്പൊലി ഏന്തിയ വനിതകൾ ഭക്തർ ഇതിന് അകമ്പടി സേവിക്കുകയുമാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒരുപാട് വഴികളും അമ്പലത്തിലേക്കാണ്, ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലേക്കാണ് എല്ലാ വഴികളും. 6 കുതിരകൾ, 5 തേരുകൾ, ഭീമൻ, ഹനുമാൻ, അങ്ങനെ ദൃശ്യവിസ്മയമായ ആ കാഴ്ച കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഭക്തി നിർഭരമായ ചടങ്ങുകൾ ഇവിടെ. ഈ പുഷ്പാലങ്കാരമാണ്, ഈ അമ്പലത്തിന് ചുറ്റും പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന നയന മനോഹരമായ കാഴ്ച കൂടി ഇതിന്റെ പ്രത്യേകതയാണ്. വർഷങ്ങളായി അമ്പലം ഇത്തരത്തിൽ ഈ കുംഭഭരണി ദിവസം ഇത്രത്തോളം മനോഹരിയായി തന്നെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രദീപ്, എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും കുംഭഭരണി. ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തുന്നതും ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെന്നല്ലാതെ കുംഭഭരണി ദിവസം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെന്ന് എന്നതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഉത്സവമാണെന്നും അതിനോടനുബന്ധിച്ച് ഇത്രയും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, അതിനൊക്കെ അപ്പുറം അന്നദാനം എന്നുള്ള ചടങ്ങ്. കുത്തിയോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ വന്നെത്തുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ മടങ്ങാൻ പാടില്ല എന്നുള്ള സംഗതി നിർബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് കുത്തിയോട്ടത്തിന്റെ ചുവട് വെച്ചുള്ള വരമ്പ് ചടങ്ങുകളും മറ്റു കാര്യങ്ങളും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ജ്വല്ലറി ഉടമയുമില്ല, മാധ്യമപ്രവർത്തകനുമില്ല, പത്രക്കാരനുമില്ല, പോലീസുകാരനുമില്ല, സമഭാവനയോടുകൂടി രാഷ്ട്രീയക്കാരുമില്ല, സമഭാവനയോടുകൂടി എല്ലാവർക്കും തുല്യ പരിഗണന, എല്ലാവർക്കും കാത്തു നിന്നാൽ ഭക്ഷണം കിട്ടും അന്നദാനത്തിനും. അപ്പോ എല്ലാ അർത്ഥത്തിലും സമഭാവന എന്നുള്ളത്, എല്ലാവരും തുല്യരാണ് എന്നുള്ളത് അരക്കിട്ട് ഉറപ്പിക്കുന്നു. സ്പെഷ്യൽ ക്യൂവും കാണുന്നില്ല. ഓണാട്ടുകാരുടെ നമ്മുടെ കുംഭഭരണിയെ കുറിച്ച് പ്രത്യേകം ഞങ്ങൾക്ക് നമ്മുടെ കുംഭഭരണി എന്റെ കാഴ്ചക്കണ്ടം എന്തൊക്കെ ഇടയ്ക്ക് വരുന്നത്. ഓണാട്ടുകരക്കാരൻ ഈ ചെട്ടികുളങ്ങരയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ് എന്റെ ഒപ്പമുള്ള രഞ്ജിത് രാമചന്ദ്രൻ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണം, അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഈ ഓണത്തിനേക്കാളും വലിയ ഉത്സവമാണ് കുംഭഭരണി. ഈ പ്രവാസി മലയാളികളൊക്കെ ഈ പരിസരത്തുള്ള ഓണാട്ടുകരക്കാരെ ആളുകളൊക്കെ ഓണത്തിനേക്കാളും അവധിയെടുക്കുന്നത് എല്ലാവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കാണാം. ഫ്ലൈയിങ് ടു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ഫ്ലൈയിങ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താണ് കുംഭഭരണി കാണാനുള്ള വരവാണ്. അതൊരു ക്ഷേത്രത്തിന്റെ പേരിലുള്ള ഒരു പ്രവാസി സംഘടന അപൂർവമാണല്ലേ? അതെ, ചെട്ടികുളങ്ങര പ്രവാസി സേവാ സമിതി, പ്രധാനപ്പെട്ട സംഘടന ക്യാപ്സ് എന്ന് പറയും, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ എല്ലാ ഗൾഫ് കൺട്രീസിലും അവരുടെ ശാഖകളുണ്ട്. എന്തായാലും നമുക്ക് ചുറ്റും ഇങ്ങോട്ടുള്ള ഓരോ വഴിയിലും വലിയ ജനത്തിരക്കാണ്, വലിയ ക്യൂ ആണ്. വരിവരിയായി ഭക്തജനങ്ങൾ കാത്ത് നിൽക്കുകയാണ്. ഇടയ്ക്ക് ഈ പറയുന്ന അറിയിപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നത് മിക്കവാറുമൊക്കെ കുത്തിയോട്ട പാട്ടുകളും ഒക്കെ ആണ് ഈ പശ്ചാത്തലത്തിലുള്ളത്. നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് വരാം. ഇനിയും ഒട്ടേറെ അനുബന്ധ കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ സസ്പെൻസ് കളയുന്നില്ല, ഒരു അടുക്കളയിൽ പോകേണ്ടതുണ്ട്, അതിലേക്കൊക്കെ എത്താം. നമുക്ക് തിരിച്ച് വാർത്തകളിലേക്ക് പോയിട്ട് തിരിച്ച് കുംഭഭരണി ഉത്സവ വിശേഷങ്ങളിലേക്ക്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ തട്ടിപ്പ് കഴിഞ്ഞ 2 ദിവസമായി വാർത്തയാണ്. ആ വാർത്തയിലേക്ക് കൊള്ളയ്ക്ക് കൂട്ടാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പുകൾ നടന്ന് ആ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേടുപാട് സംഭവിക്കാത്ത വീടിന് പ്രകൃതി ദുരന്തത്തിന്റെ മറവിൽ അനുവദിച്ചത് 4.5 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ താൻ അപേക്ഷ നൽകിയിട്ടില്ല എന്ന് വീട്ടുടമ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എറണാകുളത്തിന് പുറമെ കോഴിക്കോട്ടും സമ്പന്ന പ്രവാസി മലയാളിക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചത് അന്വേഷണത്തിൽ തെളിഞ്ഞു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. മിക്കവാറും ഇത് ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുമായിരിക്കും. ആ വാർത്തയിലേക്ക് പോകാം.